എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. ഹംസ നദി അഥവാ റിയോ ഹംസ് ബ്രസീലിലെ ആമസോൺ നദിക്ക് സമാന്തരമായൊഴുകുന്ന ഭൂഗർഭനദിയാണ് ഹംസ നദി. ബ്രസീൽ ദേശീയ ഒബ്സർവേറ്ററിയിലെ ഗവേഷകനായ മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വലിയ മണ്ണത്താൽ ഹംസയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിലാണ് ഭൂഗർഭനദി കണ്ടെത്തിയത്. ആമസോൺ നദിയുടെ 13,000 അടി താഴെ നദി ഒഴുകുന്നതായാണ് ഇവർ കണ്ടെത്തിയത്. 40 വർഷത്തോളം ഈ മേഖലയിൽ പഠനം നടത്തിവരുന്ന ബ്രസീലിലെ റിയോ ഡി ജനൈറോയിലെ നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകനും കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയുമായ പ്രൊഫസർ വലിയ മണ്ണത്തൽ ഹംസയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ നദിക്ക് ഇങ്ങനെ പേര് വന്നത്. ബ്രസീൽ സർക്കാരിന്റെ എണ്ണക്കമ്പനി പെട്രോബ്രസ് 1970കളിൽ കുഴിച്ച 241 നിർജീവ എണ്ണക്കിണറുകളിലെ താപവ്യതിയാനം നിരീക്ഷിച്ചാണു ഭൂഗർഭനദിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ആമസോൺ നദിക്കു സമാനമായുള്ള നദിയുടെ ഒഴുക്കു സെക്കൻഡിൽ 3000 ക്യൂബിക് മീറ്ററാണെന്നാണ് കണക്കാക്കുന്നത്. ആമസോൺ നദിയിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ 3%. ആമസോൺ നദിയുടെ 4 കിലോമീറ്റർ അടിയിലൂടെ പടിഞ്ഞാറ് ആക്രെ മേഖലയിൽ നിന്നും തുടങ്ങി കിഴക്കോട്ട് 6000 കിലോമീറ്റർ ഒഴുകുന്ന നദി ആക്രെ മേഖലയിൽ നിന്ന് ഉദ്ഭവിച്ച് സാലിമോസ്, ആമസോണ്, മരാജോ തടങ്ങളിലൂടെ ഒഴുകി ഫോസ് ഡോ ആമസോണാസിൽ വെച്ച് കടലിൽ ചേരുന്നതായാണ് കരുതുന്നത്. ആമസോണിന്റെ മുഖഭാഗത്തെ ജലത്തിന് ലവണത്വം കുറയാൻ കാരണം ഈ നദിയായിരിക്കാമെന്ന് ബ്രസീൽ ദേശീയ ഒബ്സർവേറ്ററി കരുതുന്നു. റിയോ ഡി ജനൈറോയിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ദി സൊസൈറ്റി ബ്രസീലിയ ജിയോഫിസിക്കലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചത്. നദിയുടെ മുഴുവൻ പേര് റിയോ ഹം. റിയോ എന്നാൽ പോർച്ചുഗീസ് ഭാഷയിൽ നദിയെന്നാണ് അർത്ഥം. ഹംസ നദി എന്ന് ചുരുക്കം. ഇനി ആരാണ് ഈ ഹംസ എന്നറിയേണ്ടത്? 1968ലാണ് ഹംസ ബ്രസീലിലേക്ക് ചേക്കേറുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും അപ്ലൈഡ് ഫിസിക്സിൽ മാസ്റ്റർ ബിരുദമെടുത്ത ശേഷം ഹൈദരാബാദിൽ സയന്റിഫിക് അസിസ്റ്റന്റായി ജോലി. അവിടുന്ന് സ്കോളർഷിപ്പോടെ കാനഡയിലേക്ക്. PhDക്ക് ശേഷം നേരെ ബ്രസീലിൽ. അവിടെ നാഷണൽ ഒബ്സർവേറ്ററിയിൽ ജിയോഫിസിക്സിൽ സയന്റിസ്റ്റ്. 70ാം വയസ്സിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് ഹംസ ബ്രസീലിൻ പുതിയ ചരിത്രമെഴുതിക്കൊണ്ട് ഭൂഗർഭ നദി കണ്ടെത്തുന്നത്. 30 വർഷം മുമ്പ് ഒരു ഓയിൽ കമ്പനി ആമസോണ് നദീതീരത്ത് ഡ്രിൽ ചെയ്തപ്പോൾ അടിയിൽ നിന്ന് വെള്ളം കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത്തരമൊരു റിപ്പോർട്ടിനെ അന്നാരും ഗൗനിച്ചില്ല. ഹംസയുടെ കീഴിൽ PhDക്ക് സഹായത്തിനായെത്തിയ ഗവേഷക വിദ്യാർത്ഥിയാണ് ഇത്തരമൊരു ഡാറ്റ ഹംസയ്ക്ക് കൈമാറുന്നത്. പിന്നീട് ഹംസയും വിദ്യാർത്ഥികളും നദിക്ക് പിന്നാലെയായി. നിരന്തരമായ നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ 2011 നദിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഹംസ പുറത്തുവിട്ടു. അമേരിക്കൻ സയൻസ് ജേർണലിൽ അന്നത് വലിയ വാർത്തയായിരുന്നു. ബ്രസീലിയൻ സർക്കാരും ഹംസയുടെ നേട്ടത്തെ അംഗീകരിച്ചു. അങ്ങനെയാണ് നദിക്ക് ഹംസയുടെ പേര് വീണത്. ഇന്ത്യയിലും ഇത്തരമൊരു പ്രതിഭാസമായ നദിയുണ്ട്. പുരാണേതിഹാസങ്ങൾ ഭക്തിയോടെ വിളിക്കുന്ന സരസ്വതി നദി. സത്ലജ് എന്ന പേരുള്ള സരസ്വതി ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് താർ മരുഭൂമിയിലെത്തുമ്പോൾ 300 കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പിന്നീട് തെക്കോട്ട് ഏറെ മാറി പുറത്തേക്ക് വരികയും അറബിക്കടലിലേക്ക് ചേരുകയുമാണ് സത്ലജ് നദി. ഇതുപോലെ സൗദിയിലും ചില നദികളുണ്ട്. വലിയ വരൾച്ചയുടെ കാലത്ത് ഭൂമി തുറന്ന് അടിയിലേക്ക് ചെന്നാൽ ഇവയിലെ വെള്ളം ഉപയോഗിക്കാനാവും. ഹംസയും കുടുംബവും ബ്രസീലിലാണ്. ഇവിടെ വല്ലപ്പോഴും വേരുകളന്വേഷിച്ച് ഇറങ്ങും. അപ്പോഴേക്കും അവിടുന്ന് മക്കളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയുമെല്ലാം വിളിവരും. അങ്ങനെ നദി പോലെ അദ്ദേഹവും ഒഴുകും, ഭൂമിക്കടിയിലൂടെയല്ലെന്ന് മാറും. കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.